കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് ഗവൺമെന്റ് സ്കൂളിലും വൈദ്യുതി ലൈൻ ഭീഷണി. സ്കൂൾ ഗ്രൗണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ നിരവധി തവണ KSEB അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടരഞ്ഞി പൂവാറൻതോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സമയത്ത് കുട്ടികൾ കളിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിലൂടെയുള്ള വൈദ്യുതി ലൈൻ ഉയർത്തുന്ന ആശങ്ക ചെറുതല്ല. 2012 മുതൽ സ്കൂൾ ഗ്രൗണ്ടിലൂടെയാണ് KSEB വൈദ്യുതി ലൈൻ കടന്നുപോയിരുന്നത്. അന്നുതന്നെ നാട്ടുകാരുടെ ആശങ്ക ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ പരാതികൾ ഒഴിവാക്കുകയായിരുന്നു. 5 വർഷം മുൻപ് സ്കൂൾ വാർഷികത്തിന് പന്തലിടുമ്പോൾ ലൈനിൽ തട്ടിയുള്ള അപകടം തലനാരിഴയ്ക്ക് ഒഴിവാകുകയായിരുന്നു. ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ KSEB അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും 33,000 രൂപ അടച്ചാലേ ലൈൻ പുനഃസ്ഥാപിക്കാനാകൂ എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു. ഒരു 5 വർഷം മുമ്പ് വാർഷികത്തിനോടനുബന്ധിച്ച് പന്തലിടുന്ന സമയത്ത് ഈ ലൈനിൽ മുട്ടി അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്. ആളുടെ പേര് ബിജു മേലപ്പറമ്പിൽ നിന്നാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്തും KSEBയിലും പല നിവേദനങ്ങളായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അവർ 33,000 രൂപ KSEBയിൽ അടച്ചു കഴിഞ്ഞാൽ മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 പതിറ്റാണ്ട് പഴക്കമുള്ള സ്കൂളിന്റെ കെട്ടിടവും ശോചനാവസ്ഥയിലാണ്. മലയോര മേഖലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാവുമ്പോൾ ആശങ്കകളേറുകയാണ്. ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.